നാടൻ ശൈലിയിലുള്ള അശ്ലീല ചുവ ഒട്ടുമില്ലാത്ത തമാശകൾ കൊണ്ടും അഭിനയ മികവ് കൊണ്ടും അതോടൊപ്പം തന്നെ വേദികളിലെ സ്ക്രിപ്റ്റ് കൊണ്ടും മലയാളികളെ ഒന്നടങ്കം പൊട്ടിച്ചിരിപ്പിച്ച താരമാണ് രാജേഷ് കൊട്ടാരത്തിൽ. സമീപകാലത്ത് രാജേഷും സുഹൃത്തുക്കളും ചെയ്ത കോമഡികളൊക്കെ തന്നെയും വൈറലായി മാറിയിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനഹൃദയങ്ങൾ കീഴടക്കാൻ ഇവർക്ക് 3 പേർക്കും സാധിച്ചു. അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലും ഇവർ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ തങ്ങളുടെ ഈ സന്തോഷ നിമിഷത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ചില സംഭവങ്ങളാണ് ഇപ്പോൾ രാജേഷിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴിതാ ജീവിക്കാനായി താൻ തുടങ്ങിയ ചായക്കടയിൽ വന്ന് തന്നെ 2-3 പേർ ഭീഷണിപ്പെടുത്തിയെന്നും തന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് രാജേഷ് കൊട്ടാരത്തിൽ. പൊടിയൻ കൊച്ചാട്ടന്റെ ചായക്കട എന്ന പേരിലാണ് രാജേഷ് തന്റെ പുതിയ സംരംഭം ആരംഭിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം തനിക്കുണ്ടായ ദുരനുഭവത്തിന്റെ പേരിൽ രാജേഷ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റും വളരെയധികം ജനശ്രദ്ധ നേടിയിരുന്നു. ഇങ്ങനെയായിരുന്നു ആ ഒരു പോസ്റ്റിന്റെ ഉള്ളടക്കം. ഹലോ, നമസ്കാരം, ഞാൻ രാജേഷ് കൊട്ടാരത്തിൽ. എന്റെ സ്വന്തം സ്ഥലം പത്തനാപുരമാണ്. എന്നാൽ ഇപ്പോൾ ഒരു 6 വർഷം കൊണ്ട് ഞാൻ താമസിക്കുന്നത് അടൂർ പെരിങ്ങനാട് എന്ന സ്ഥലത്താണ്. കഴിഞ്ഞ 15 വർഷമായി ഞാൻ ഈ കലാഫീൽഡിൽ വന്നിട്ട്. എന്നാൽ ഇന്നേ വരെ എന്റെ നാടായ പത്തനാപുരത്ത് നിന്നും ഒരു തരത്തിലുള്ള അംഗീകാരവും എനിക്ക് ലഭിച്ചിട്ടില്ല. കുറച്ചുനാൾ മുൻപ് പത്തനാപുരത്തുള്ള ഒരു ചാനലിന്റെ പിറകെ ഞാൻ എന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാമോ എന്ന് ചോദിച്ച് നടന്നിരുന്നു. എന്നാൽ അന്നൊന്നും തന്നെ ആരും യാതൊരു പരിഗണനയും നൽകിയിട്ടില്ല. ആരിൽ നിന്നും യാതൊരു തരത്തിലുള്ള പരിഗണന തനിക്ക് ഇതുവരെ ലഭിച്ചിട്ടുമില്ല. വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമാണ് എനിക്ക് പത്തനാപുരത്തുള്ളൂ. എന്നാൽ അതിലുമുണ്ട് എനിക്ക് സപ്പോർട്ട് തരാത്ത ധാരാളം പേർ. എന്നാൽ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുള്ള പ്രധാന കാരണം ഇവ ഒന്നും തന്നെയല്ല. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ജീവിത മാർഗത്തിനായി തുടങ്ങിയ ചായക്കടയ്ക്ക് മേൽ ചിലർ വന്ന് ഭീഷണിപ്പെടുത്തുകയുണ്ടായി. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ചാനലിൽ പത്തനാപുരത്തിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ എനിക്കെതിരെ FBയിൽ പോസ്റ്റ് ഇടുമെന്ന്. ബൈക്കിലെത്തിയ 2-3 പേർ താൻ ഇല്ലാത്തപ്പോൾ തന്റെ കടയിൽ വന്ന് സ്നേഹത്തോടെ ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്ന് രാജേഷ് ഹാസ്യപൂർവ്വം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു. എന്നാൽ അതോടൊപ്പം തന്നെ രാജേഷ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്: പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്നെ അംഗീകരിക്കേണ്ട, എന്നാൽ എന്നെ ജീവിക്കാൻ അനുവദിക്കൂ. രാജേഷിന്റെ പേരിനൊപ്പമുള്ള കൊട്ടാരത്തിൽ എന്ന പേര് വീട്ടുപേരോ അതോ സ്ഥലപ്പേരോ എന്ന് അറിയില്ല. എന്നാൽ ഒരു കാര്യം വാസ്തവം, കൊട്ടാരം പോയിട്ട് ഒരു കുടിൽ പോലും രാജേഷിന് സ്വന്തമായില്ല. മരിച്ചാൽ അടക്കാൻ പോലും 6 അടി മണ്ണ് പോലും സ്വന്തമായി ഇല്ലാത്ത ഒരാൾക്ക് എവിടെയാണ് കുടിൽ കെട്ടാനാകുക? എന്നാൽ തന്റെ മനസ്സിൽ ഇത്രയേറെ ദുരിതങ്ങൾ ഒളിപ്പിച്ച് ഈ സങ്കടക്കടൽ ഒക്കെ താണ്ടിയാണ് രാജേഷ് നമ്മളെ ചിരിയുടെ ലോകത്തിലേക്ക് എത്തിച്ചത്. നമ്മൾ പുഞ്ചിരിക്കുകയോ പൊട്ടിച്ചിരിക്കുകയോ ചെയ്യുമ്പോൾ ആ ചിരിക്ക് കാരണക്കാരനായ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ പൊള്ളുകയായിരുന്നു. സ്വന്തമായി കിടക്കാൻ ഒരു ഇടം പോലും ഇല്ലാത്ത ഇദ്ദേഹം നമ്മളെ ഇത്രനാളും ചിരിപ്പിച്ചത് ഉള്ളുപൊള്ളി തന്നെയാണ്. ഈ ഒരു വാർത്ത നമ്മൾ അറിഞ്ഞതും തന്റെ പ്രോഗ്രാം വേദിയിൽ രാജേഷ് ഉള്ളു തുറന്ന് വിങ്ങിപ്പൊട്ടിയ നിമിഷമായിരുന്നു. ഇങ്ങനെയുള്ള സാധാരണക്കാരോട് എന്തിനീ ക്രൂരത? രാജേഷ് പറഞ്ഞ പോലെ അംഗീകരിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതെ ഇരുന്നുകൂടെ? കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.